ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രവർത്തന ശൈലി, അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ, അതൊക്കെയുമായി ബന്ധപ്പെട്ട് വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നോക്കൂ. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെയാണ് ഈ പറയുന്ന പ്രതികരണത്തിലേക്ക് കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെയാണ് ഐക്യത്തോടെ പ്രവർത്തിച്ചത്? ഒരു രണ്ടാം നിര നേതാക്കൾ അവിടെ വളർന്നു വരുന്നുണ്ട്. ആ രണ്ടാം നിര നേതാക്കൾ ഒരു പ്രത്യേക പ്രവർത്തന ശൈലിയുണ്ട്. ഇനി കുറച്ചുപേർ റീലുണ്ടാക്കുന്നു, ചാണ്ടി ഉമ്മനെ പോലുള്ളവർ വീടുകൾ കയറിയിറങ്ങുന്നു. രണ്ട് തരം ശൈലികളാണ്. പക്ഷേ രണ്ട് ശൈലികളും സമന്വയിക്കുമ്പോൾ അതിലൊരു വിജയ ഫോർമുല രൂപപ്പെടുന്നുണ്ട്. അപ്പുറത്ത് രണ്ടാം നിര നേതാക്കളുണ്ടോ? ഈ പറഞ്ഞ സാംസ്കാരിക നായകരെ വിളിച്ചുള്ള യോഗത്തിൽ അവിടെ നിന്ന് സാംസ്കാരിക നായകർ ചോദിച്ച ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് രണ്ടാം നിര നേതാക്കളില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു രണ്ടാം നിര നേതാക്കൾ ഉയർന്നു വരുന്നുണ്ട്. അവർക്ക് തിരഞ്ഞെടുപ്പുകൾ വിജയിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഫോർമുലയുമായിട്ട് അവർ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. ഇതിപ്പോൾ ചില പ്രായമുള്ള ചില നേതാക്കൾ, നേരത്തെ അജയ് തറയിൽ വന്നിരുന്നു മറ്റേ ഖദർ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അപ്പോൾ ഈ ചിത്രത്തിലൊന്നും പ്രതികരണങ്ങളുമായിട്ടോ രാഷ്ട്രീയ പ്രവർത്തനമായിട്ടോ ഇല്ലാത്ത കുറേ ആളുകൾ തന്ത വൈബ് എന്നൊക്കെ വേണം പറയാവുന്ന ഒരു രൂപത്തിലേക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ എടുത്തിട്ട് ശ്രദ്ധയാകർഷിക്കാൻ നടത്തുന്ന ശ്രമമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഖദറും ഇതുമൊന്നല്ല വിഷയം, പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനം വിജയത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. പി ജെ കുര്യൻ പറഞ്ഞത് അസ്ഥാനത്തായി പോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.